അക്കുലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്റഡ് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് മലയാളത്തിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാണ്. അപ്പോൾ എനിക്കറിയാം പഠനത്തിന്റെ തിരക്കിലായിരിക്കും, റിവിഷൻ ചെയ്യുന്ന തിരക്കിലായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് നോക്കി പോവുക കേട്ടോ. ഇതൊന്ന് നോക്കി പോവുക. പലപ്പോഴും കൃതികളായിരിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് സാധാരണ കൃതികൾ വരുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോ നോക്കുക, ആദ്യം ഒരു ചോദ്യത്തിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി പറയാം. ആനോ എന്ന കൃതി ആരുടേതാണ്? ആനോ. ഓപ്ഷൻ എ വീനിലാൽ, GR ഇന്ദുഗോപൻ, അനിതാ തമ്പി, എൻ ഷീജ. ആരുടേതാണ്? ഇവർ നമ്മൾ സാധാരണ കേട്ടിട്ടില്ലാത്ത സാഹിത്യകാരന്മാരായിരിക്കും. നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള കുറെ സാഹിത്യകാരന്മാരുണ്ട്. ഇപ്പൊ MD ആയിരുന്നാലും തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. പക്ഷെ എന്താണ്, ഈ കാലഘട്ടത്തെയും സാഹിത്യകാരന്മാരെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ആനോ എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടേതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, GR ഇന്ദുഗോപൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക കൃതികൾ ഒരുപാടുണ്ടല്ലോ, എല്ലാം നമുക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ ഈ ഒരു കൃതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള നോവലാണ് ഇത്. ആനോ എന്ന് പറയുന്നത് ഒരു നോവലാണ്. ആ ആനോ എന്ന് പറയുന്ന നോവൽ ആരുടേതാണ്? GR ഇന്ദുഗോപൻ കേട്ടോ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിനാണ്. ഈ കൃതിക്കായിരുന്നു, ഒന്ന് ഓർത്ത് വെക്കുക. സോ നമ്മൾ എന്ത് ചെയ്യണം, 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് പോയിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അപ്പോ ആനോ എന്ന് പറയുന്ന നോവലാണ്, GR ഇന്ദുഗോപന്റേതാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിന് വേറെയും ചില കൃതികൾ നമുക്ക് പറയാം. ഓക്കെ, ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ്, തിരക്കഥാകൃത്താണ് ഒക്കെ മനസ്സിലാക്കുക കേട്ടോ, ഒരു ബേസിക് ആയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ഭൂമി ശ്മശാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മണൽ ജീവികൾ, വെള്ളിമൂങ്ങ, ഇതൊക്കെ എന്താണ് ഇദ്ദേഹത്തിന്റെ കൃതികളാണ്, നോവൽ വിഭാഗത്തിൽ വരുന്ന കൃതികളാണ്. പിന്നെ കൊടിയടയാളം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കൊടിയടയാളം ഒക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഭൂമി ശ്മശാനം, മണൽ ജീവികൾ, വെള്ളിമൂങ്ങ, കൊടിയടയാളം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്, നോവലാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ബാലസാഹിത്യത്തിൽ ഇദ്ദേഹത്തിന്റെ വരുന്ന പേപ്പർ റോക്കറ്റ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പേപ്പർ റോക്കറ്റ് ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. പടിഞ്ഞാറെ കൊല്ലം ചോരക്കാലം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ചെറുകഥ കേട്ടോ. അതുപോലെ ചെന്നായ, പ്രേതവേട്ടക്കാരൻ, ഇതൊക്കെ ചെറുകഥ വിഭാഗത്തിൽ വരുന്നതാണ്. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ കൃതികൾ എടുത്തുകൊണ്ട് പല പരീക്ഷകൾക്കും കേറ്റഡ് പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. അടുത്തതാണ് വി ശിനിലാൽ എന്ന് പറയുന്നത് കേട്ടോ. വി ശിനിലാൽ അദ്ദേഹത്തിന്റെ കൃതികളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വി ശിനിലാലിനെ എന്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു നമ്മൾ പറയും. ഉടൽ ഭൗതികം അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. അതുപോലെ സബർക്ക ഭ്രാന്തി, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. പിന്നെ ബുദ്ധപദം, അടി, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇവിടെ ഡിസ്കസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന് പറയുന്ന ചെറുകഥ, ഈ ചെറുകഥയ്ക്കായിരുന്നു 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. വി ശിനിലാൽ നേരത്തെയും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ചെറുകഥ വിഭാഗത്തിൽ വരുന്ന ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന് പറയുന്ന കൃതി ഓർത്തു വെക്കുക. ബാക്കിയുള്ള ഇദ്ദേഹത്തിന്റെ എന്താണ്, ഉൾഭൗതികവും അതുപോലെ സബർക്കന്തി ക്രാന്തി, ബുദ്ധമതം, അടി, ഇതൊക്കെ എന്താ ചെയ്യാ, ബുദ്ധപദം കേട്ടാ, അടി, ഇതൊക്കെ ഓർത്തു വെക്കുക. പിന്നെ നരോദ പാഠ്യയിൽ നിന്നുള്ള ബസ്, ഇത് ഇദ്ദേഹത്തിന്റെ വേറൊരു കൃതിയാണ്. ജലയാത്ര അദ്ദേഹത്തിന്റെ ചെറുകഥയാണ് കേട്ടോ. ദെൻ അടുത്ത ഒരാളാണ് അനിതാ തമ്പിയുടെ നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം 2024 തന്നെ കവിതയ്ക്ക് കേരള സാഹിത്യ അക്കാദമി ലഭിച്ചിട്ടുള്ള ആളാണ്. മുരിങ്ങ വാഴ കറിവേപ്പ് കേട്ടാ, കൃതി ഓർത്ത് വെക്കുക. മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന് പറയുന്ന കവിതയ്ക്ക് 2024 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അനിതാ തമ്പിക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. പിന്നെ മറ്റു കൃതികൾ നോക്കാം. മുറ്റമടിക്കുമ്പോൾ, പിന്നെയോ അഴകില്ലാത്തവയെല്ലാം, ആലപ്പുഴ വെള്ളം, ഇതൊക്കെ പ്രധാനപ്പെട്ട എന്താണ് കവിതകളാണ്. ഓക്കെ, അടുത്തതാണ് EN ഷീജ. ഞാൻ പറഞ്ഞില്ലേ, പല ആളുകളെയും നമ്മളിപ്പോ പലരും കേട്ടിട്ടുണ്ടാവില്ല. അതായത് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സാഹിത്യകാരന്മാരായത് കൊണ്ട് തന്നെ പലരുടെ പേര് പോലും നമുക്ക് ഇപ്പോഴാണ് പരിചയം ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ.
നമ്മൾ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരുടെ കൃതികള് പഠിച്ചു വെക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഇവരുടെയും ഇത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഇ.എൻ. ഷീജയെ നമുക്ക് പറയാം അമ്മ മണമുള്ള കനവുകൾ ബാലസാഹിത്യമാണിത്. ഇതും 2024 ബാലസാഹിത്യ വിഭാഗത്തിൽ 2024 എന്ത് ചെയ്തിട്ടുള്ളതാണ്, കേരള സാഹിത്യ അക്കാദമി, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി ലഭിച്ചിട്ടുള്ള ഇ.എൻ. ഷീജയുടെ കൃതി അമ്മ മണമുള്ള കനവുകൾ കേട്ടോ, 2024. അപ്പൊ നിങ്ങൾ എപ്പോഴും കേരള സാഹിത്യ അക്കാദമി അവാർഡ് പഠിക്കുമ്പോൾ 2024 അതേപോലെ തന്നെ 2023 നിങ്ങൾ എന്തെങ്കിലും പഠിക്കണം. അതിന്റെ കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് അത്യാവശ്യം കണക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബാലസാഹിത്യത്തിനാണ് ഇ.എൻ. ഷീജയ്ക്ക് അമ്മ മണമുള്ള കനവുകൾ ലഭിച്ചിട്ടുള്ളത്. പിന്നെ വേറെ കൃതികൾ നോക്കുക, അമ്മുവിന്റെ സ്വന്തം ഡാർവിൻ എന്ന് പറയുന്ന കൃതി കേട്ടോ, അമ്മുവിന്റെ സ്വന്തം ഡാർവിൻ, അതുപോലെ കുഞ്ഞിക്കിളി, ദെൻ നീലിയുടെ വീട്, തീവണ്ടി കൊതികൾ, വേലിനുമുണ്ട് നിറമുള്ള ചിറകുകൾ, വേലിനുമുണ്ട് നിറമുള്ള ചിറകുകൾ. ഇതൊക്കെ എന്താണ്, പ്രധാനപ്പെട്ട ഇ.എൻ. ഷീജയുടെ കൃതികളാണ്. ചെറിയ ഋതുവും വലിയ ലോകവും കേട്ടോ, ചെറിയ ഋതുവും വലിയ ലോകവും എന്ന് പറയുന്ന മറ്റൊരു കൃതി. അപ്പോ ഇതൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കേരളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ആ കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ സമയത്ത് അവാർഡ് ലഭിച്ചിട്ടുള്ളവരുടെ കൃതികൾ, പ്രത്യേകിച്ചും കേരള സാഹിത്യ അക്കാദമി അവാർഡുകളെ കൃതികൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ ഇവിടുന്ന് ഒരു 1-2 മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി പോവുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. കേരളത്തിന്റെ പരീക്ഷ നല്ല രൂപത്തിൽ എഴുതുക, ടെൻഷൻ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാക്കാൻ സാധിക്കട്ടെ, എളുപ്പമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത അപ്ഡേഷൻസും അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.